ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, ഒരു ചെറിയൊരു ഇൻട്രോ പോലെ എൻ്റെ പേര് വന്നിട്ട്, പേരിൻ്റെ ആ ലെറ്ററിൽ വന്നിട്ട് വേറൊരു വീഡിയോ ഓടുന്നതായിട്ട്, നമ്മുടെ സൺസെറ്റിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് നമുക്കൊരു കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ആവശ്യം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഓൺ ചെയ്തിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ട്. അത് മീഡിയയിൽ പോയി ആഡ് ചെയ്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വലിച്ചിടുക. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ്, നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് എന്താണുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലെയർ പോയിട്ട് അത് അടുത്ത് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് വലുതാക്കി നമ്മുടെ സൈസ് അനുസരിച്ച് ഫോണ്ട് സൈസ് റോബോട്ടോ ബ്ലാക്ക് ആക്കുക. എന്നിട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് വലുതാക്കുക. എന്നിട്ട് താഴെ ഷാഡോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനെ ഓഫ് ചെയ്തിടുക. അതിനുശേഷം ലെയറിൽ പോയിട്ട് മീഡിയയിൽ പോയിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ആ വീഡിയോ എടുത്ത് അത് ക്രോപ്പിംഗ് ഓപ്ഷനിലേക്ക്, അത് ആദ്യം അഡ്ജസ്റ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ക്രോപ്പിംഗ് ഓപ്ഷനിലേക്ക് പോയിട്ട് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് അത് നമുക്ക് ഏത് പൊസിഷനാണോ ആവശ്യം ആ രീതിയിലേക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. പ്ലേ ചെയ്തൊക്കെ നോക്കി കറക്റ്റായിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് പ്ലേ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ശരിയാണെങ്കിൽ അടുത്ത ലെറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യാം. എല്ലാ ലെറ്ററിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് ചേരുന്നൊരു സോങ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഗാലറിയിൽ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സോങ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് അത് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്കത് ഇഷ്ടമുള്ള രീതിക്ക്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വോളിയം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കുക. കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അത് ലെഫ്റ്റ് സൈഡിലുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്വാളിറ്റി കൂട്ടി കൊടുക്കുക. റെസൊല്യൂഷൻ നമുക്ക് ആവശ്യമുള്ള അഡ്ജസ്റ്റ് ചെയ്യുക, എക്സ്പോർട്ട് കൊടുക്കുക. എൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.